ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 9th സ്റ്റാൻഡേർഡ് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇത് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിന്റെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട്. അതിന്റെ പാർട്ട് 3 ആണ്. ഒരു ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് പകുതി കുറേശ്ശായിട്ട് എടുക്കുന്നത്. ഇത് പാർട്ട് 3 ആണ്. ഇവിടെ വീരൂപ താഴ്വര വരെ പാർട്ട് 2 എടുത്തിരുന്നു. നെക്സ്റ്റ് പാർട്ടാണ് പഠിക്കാനുള്ളത്. ഹിമാലയൻ നദികളെ പറ്റിയാണ്. ഹിമാലയൻ നദികളുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. സിന്ധു നദി, ചലം നദി, ചിനാബ് നദി, രവി നദി, സത്ലജ് നദി, ഇതെല്ലാം ഹിമാലയൻ നദികളാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ടാണ് ഇവ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന സാങ്ബോ, ദേണ്ട് കോസി നദി, അങ്ങനെ ദേണ്ട് ഈ നദികളെല്ലാം കാളി നദി, ദേണ്ട് യമുന നദി, ഗംഗാ നദി, ഘാഘർ, ഗന്ധക് നദി, തീസ്ത നദി, ഇവയെല്ലാം ബ്ലൂ കളറിലാണ് കൊടുത്തത്. ഇവയെല്ലാം ഹിമാലയൻ നദികളാണ്. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയുടെ ഉത്ഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പോഷക നദികളെ പറ്റി. ഇവിടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖർചുക് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ, അതായത് ആ വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വിഭാഗം എന്ന് പറയുന്നത്, അതായത് പ്രധാന വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് മാനസ സരോവർ തടാകത്തിന്റെ അടുത്ത് നിന്ന് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബൊഖർചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സിന്ധു നദി മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ സിന്ധു നദിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലാണിത്. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സിന്ധു നദി. വേണ്ട ഇനി അടുത്തത് ഗംഗാ നദിയുടെ ഉത്ഭവം പറഞ്ഞിരിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഘാഗര, ഗന്ധക്, ഘോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഗന്ധക്, കോസി തുടങ്ങിയവയുമാണ്. ഈ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗന്ധക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം, നേപ്പാൾ ഹിമാലയത്തിന് മുമ്പത്തെ പാർട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ഗംഗയും അതിന്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗന്ധക്, കോസി തുടങ്ങിയവ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുടെ പിക്ചർ ഇവിടെ ഉണ്ട്. ഗംഗാ നദി വേണ്ടി ഇവിടാണ് ഗംഗാ നദിയുടെ സ്ഥാനം. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാലയ ഗോമുഖിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയവും നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ഗംഗാ നദി, അതിന്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗന്ധക്, കോസി തുടങ്ങിയവ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയെ പറ്റിയാണ്. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഈ ബ്രഹ്മപുത്ര നദി അതിന്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത, മാനസ്, ഒരു എണ്ണം കൂടെ ഉണ്ട്. അതിന്റെ പോഷക നദി സുബൻസിരി മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. കിഴക്കായിട്ട് വരും ബ്രഹ്മപുത്ര. അസമിലാണ് ബ്രഹ്മപുത്ര നദി. വേണ്ട ബ്രഹ്മപുത്ര നദി ഇവിടെ ആയിട്ട് വരും. ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രി അതിന്റെ പോഷക നദികളായ മാനസ്, ലോഹിത്, ദിബാങ്, സുബൻസിരി മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം ബ്രഹ്മപുത്ര നദി അതിന്റെ പോഷക നദികളും, നേപ്പാൾ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന നദികൾ ഗംഗയും അതിന്റെ പോഷക നദികളും, വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിന് വേണ്ടി ഈ മാപ്പ് വെച്ച് പഠിച്ചാൽ എളുപ്പമാണ്. വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നുമാണ്. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ്ദോ ഹിമാനിയിൽ നിന്നാണ്. പിന്നെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അടുത്തത് മണ്ണിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ മണ്ണിനെ പറ്റിയാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വതമായോണ്ട് അറിയാലോ, പർവ്വത മണ്ണും കാണും
കാട് കൂടുതലായിട്ട് വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. ഹിമാലയ പർവ്വത പ്രദേശത്ത് പർവ്വതമണ്ണും വനമണ്ണുമാണ് കാണുന്നത്. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വാരങ്ങളിൽ എന്തുവാ, നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ള മണ്ണുമാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. താഴ്വരകളിൽ എന്തിന്റെ നിക്ഷേപമാണ് കൂടുതലും കാണപ്പെടുന്നത്? എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കരേവാസ് എന്നറിയപ്പെടുന്നത് കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്നറിയപ്പെടുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അതായത് സഫ്രോൺ കൃഷിക്ക് അനുയോജ്യമാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഏത് മണ്ണാണ്? കരേവാസ്. കരേവാസ് കാണപ്പെടുന്ന കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കശ്മീരിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്? കരേവാസ്. ഇവ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ്. ഹിമാലയൻ പ്രദേശത്ത് കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? പർവ്വത മണ്ണും വനമണ്ണുമാണ് ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്നത്. താഴ്വാരങ്ങളിൽ നിന്ന് കാണപ്പെടുന്ന നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. ഇത് ഇത്രയും പോയിന്റ് ഇവിടെ പെടുന്ന പഠിച്ചാൽ മതി. താഴ്വാരങ്ങളിൽ കാണപ്പെടുന്നത് നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ്. പിന്നെ കരേവാസ് ഇമ്പോർട്ടന്റ് ആണ്. കരേവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങൾ നിറഞ്ഞ മണ്ണാണിത്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവാസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ പോർഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സസ്യജാലങ്ങള്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഉയരം, ഭൂപ്രകൃതി, മണ്ണിനവും കാലാവസ്ഥയൊക്കെ എന്നീ ഘടകങ്ങൾ ആ ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളെ അവയിലുണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണമെന്ന് പറയുന്നത് ഉയരവും ഭൂപ്രകൃതിയും മണ്ണിനും കാലാവസ്ഥയൊക്കെയാണ് ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് കാരണം. കിഴക്കൻ ഹിമാലയത്തിലും വടക്കുകിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കുകിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കുകിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്കുകിഴക്കൻ കുന്നുകളിലും പിന്നെ കൂടുതലായി കാണപ്പെടാൻ കാരണം എന്താണ്? ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്നത് കൊണ്ടാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലെ അനുസൃതമായ മാറ്റം ദൃശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. അപ്പൊ തുന്ദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യമേഖല സസ്യജാലങ്ങളാണ് തുന്ദ്ര എന്ന് പറയുന്നത്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹിമാലയത്തിലെ സ്തൂപികാഗ്രവനം കൊടുത്തിട്ട് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിലെ സ്തൂപികാഗ്രവനമാണ് ഇവിടെ. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും അർദ്ധനിത്യ ഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും അർദ്ധനിത്യ ഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വതച്ചെരിവുകളിൽ കൂടുതലായി വളരുന്നു. അപ്പം പൈനും ദേവദാരു എന്നിവയൊക്കെ എന്താണ്? സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. അവ ഇവിടെ കാണപ്പെടുന്നു? പർവ്വതച്ചെരിവുകളിൽ കൂടുതലായി കാണപ്പെടുന്നു. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾക്ക് ഉദാഹരണമാണ് പൈൻ, ദേവദാരു തുടങ്ങിയവ. ഇവ പർവ്വതച്ചെരിവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപിൻ പുൽമേടുകളും കാണാം. അപ്പൊ പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ആൽപൈൻ പുൽമേടുകളും കാണാം. ഹിമാലയത്തിലെ സ്തൂപികാഗ്ര വനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്യജീവി സമ്പത്ത്. ഒറ്റക്കൊമ്പനും കാണ്ടാമൃഗങ്ങളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. അപ്പൊ വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശത്ത് വന്യജീവികളും കൂടുതലുണ്ടെന്ന്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ. അപ്പം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ വനഭൂമി ഉള്ളതുപോലെ തന്നെ വന്യജീവികളും ധാരാളം ഉണ്ട്. ഏതൊക്കെ വന്യജീവികളാണ് ഉള്ളത് അവിടെ? യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് ഈ വന്യമൃഗങ്ങളെയും കാണാൻ പറ്റും. യാക്ക, കസ്തൂരി, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ ജൈവമണ്ഡല റിസർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോസ്ഫിയർ റിസർവ്, ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. വന്യജീവി സംരക്ഷണത്തിന് ലക്ഷ്യം വെക്കുന്നത് ഏതൊക്കെയാണ്? വന്യജീവി സമ്പത്തിന്റെ ലക്ഷ്യം വെക്കുന്നവയാണ് ഏതൊക്കെയാ? ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ പ്രധാന ദേശീയോദ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന ദേശീയോദ്യാനങ്ങളാണ് ദച്ചിങ്കാം ജമ്മു കാശ്മീരിൽ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ്, കോർബറ്റ് ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡില്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. അപ്പൊ രണ്ട് ദേശീയോദ്യാനം, കോർബറ്റ് ദേശീയോദ്യാനം, ജിം കോർബറ്റ് ദേശീയോദ്യാനം, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ, ദച്ചിങ്ങാം ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലെ, ഹെമീസ് ദേശീയോദ്യാനം ലഡാക്കില്, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ദേശീയോദ്യാനം അത്. കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാ? കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈഖോവ ദേശീയോദ്യാനം അസം, കാസിരംഗ ആസാം, മാനസ് അസം, കേബിൾ ലംജാവോ മണിപ്പൂര്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് എക്സാമിന്. കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈഖോവ അസം, കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? അസം, മാനസ് അസം, കേബിൾ ലംജാവോ മണിപ്പൂര്, ദച്ചിങ്ങാം ജമ്മു കാശ്മീർ, ഹെമീസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിം, ദിബ്രു സൈഖോവ ദേശീയോദ്യാനം അസം, കാസിരംഗ ദേശീയോദ്യാനം അസം, മാനസ് ദേശീയോദ്യാനം അസം, കേബിൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂര്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ്. ഇത് മുഴുവൻ പഠിക്കാൻ പ്രധാന ദേശീയോദ്യാനങ്ങൾ എന്നുള്ളത്. താഴെ വന്നു കഴിഞ്ഞാൽ ഇനിയും കൃഷിയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഹിമാലയത്തിന്റെ തട്ട് കൃഷിയിടം പിക്ചർ കൊടുത്തിട്ടുണ്ട്. തട്ട് കൃഷിയിടം. ഹിമാലയത്തിൽ ഒരു ആപ്പിൾ തോട്ടം കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിൽ ഒരു ആപ്പിൾ തോട്ടം, ആപ്പിൾ കൃഷി ചെയ്യുന്നിടം. തട്ട് കൃഷിയിടമാണ് ഹിമാലയത്തിൽ. കൃഷിയെ പറ്റി പറയുവാണെങ്കിൽ ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. അപ്പം കൃഷിക്ക് ബാധിക്കുന്ന പ്രതികൂല ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. കൃഷിക്ക് വേണ്ടിയുള്ള പ്രതികൂല ഘടകങ്ങളാണ് ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്. എന്നിരുന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വതച്ചരിവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. എങ്കിലും ആളുകൾ ഇവിടെ ഉപജീവന മാർഗത്തിനായി കൃഷി ചെയ്യുന്നുണ്ട്. പർവ്വതച്ചരിവുകൾ തട്ടുകളായി തിരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ വിളകൾ അവർ കൃഷി ചെയ്യുന്നു. ഏതൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. ഇവിടെ തട്ട് കൃഷിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഹിമാലയത്തിലെ. അപ്പം മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണ്? നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പ്രതികൂല ഘടകങ്ങൾ ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് കൃഷിക്കെതിരെയുള്ള പ്രതികൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വതച്ചരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായി ഉള്ളത്. തേയില കൃഷി കൂടുതലുള്ളത് എവിടൊക്കെയാണ്? അസം, ഡാർജിലിംഗ് മേഖലകളിലാണ് തേയില കൃഷി കൂടുതലുള്ളത്. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വതച്ചരിവുകളിലും താഴ്വാരങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസം, ഡാർജിലിംഗ് മേഖലകളിലാണ് തേയില കൃഷിയാണ് കൂടുതലായി കാണപ്പെടുന്നത്. അസം, ഡാർജിലിംഗ് മേഖലകളിലാണ് തേയില കൃഷി കൂടുതൽ കാണപ്പെടുന്നത്.
നെക്സ്റ്റ്, വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും, സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. അപ്പോൾ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത പിന്തുടരുന്ന ഏത് കൃഷിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റക്കൃഷിയാണ്. മാറ്റക്കൃഷി പിന്തുടരുന്ന എവിടാണ്? മാറ്റക്കൃഷി പിന്തുടരുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനതയാണ് മാറ്റക്കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നത്. ഇതൊക്കെ ചോദിക്കാം. മാറ്റക്കൃഷി പിന്തുടരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ. ആരാണ്? തദ്ദേശീയ ഗോത്രജനതയാണ് ഈ മാറ്റക്കൃഷി പിന്തുടരുന്നത്. പരമ്പരാഗത കൃഷിരീതിയാണ് ഈ മാറ്റക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗപരിപാലനമാണ്. മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്നറിയപ്പെടുന്നത്. ഗുജ്ജർ എന്താണെന്ന് ചോദിക്കാം. പടിഞ്ഞാറൻ ഹിമാലയ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്നറിയപ്പെടുന്നത്. ഗുജ്ജർ. അപ്പൊ മൃഗപരിപാലനം എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം ഏതായിരുന്നു? മൃഗപരിപാലനം. ഹിമപ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്ന വളർത്തുമൃഗങ്ങളുടെ ഇനത്തിൽ അവർ മാറ്റം വരുത്തുന്നു. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളെ വളർത്തും. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവ. ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള മൃഗങ്ങളായ യാക്ക് പോലുള്ളവയും വളർത്തുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം, മൃഗപരിപാലനം നടത്തുന്നുണ്ട്, ഇവയാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. ഇങ്ങനെ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗത്തിനെയാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗമാണ് ഗുജ്ജർ എന്നറിയപ്പെടുന്നത്. എവിടെയാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചത്. അത് പഠിക്കേണ്ട. ടൂറിസം. നെക്സ്റ്റ്, ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഭൂപ്രകൃതി സവിശേഷതകൾ ധാരാളം ഉള്ളത് കൊണ്ട് ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ വരുമാനം നമുക്ക് നൽകുന്നുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. തീർത്ഥാടനത്തിനൊക്കെ ആൾക്കാർ യാത്ര പോകുന്നത് ഈ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് അങ്ങനെയായിരുന്നു. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവയാണ് ഹിമാലയ പർവ്വത ഭാഗങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അമർകുണ്ട്, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയ പർവ്വത ഭാഗങ്ങളിലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അപ്പൊ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാരാണ് ഈ സുഖവാസ കേന്ദ്രങ്ങൾ, ഈ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഈ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് 19-ാം നൂറ്റാണ്ടില്. അങ്ങനെയായിരുന്നു ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം അങ്ങനെയാണ് ആരംഭിച്ചത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസ്സോറി, നൈനിത്താൽ തുടങ്ങി റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഷിംല ഹിമാചൽ പ്രദേശില്, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിത്താൽ തുടങ്ങി റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകാർ എത്തുന്നുണ്ട് ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. അപ്പൊ ടൂറിസത്തിന്റെ മൂന്നാം ഘട്ടം ഹിമാലയ പ്രദേശത്ത് വികസിച്ചത് എന്നായിരുന്നു? 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ്.
ടൂറിസം വികസനത്തിന് മൂന്നാം ഘട്ടം നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹിമാലയ പ്രദേശത്ത്. അപ്പൊ ടെൻസിംഗ് നോർഗെ എഡ്മണ്ട് ഹിലാരിയുമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. എന്നായിരുന്നു ആദ്യമായിട്ട്? 1953 മെയ് 29. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1953 മെയ് 29. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെ എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഹിമാലയ പ്രദേശത്ത് ടൂറിസം വികസിച്ചത് ഈ സമയത്താണ്. ടെൻസിൻ നോർവേയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷം. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖല ഏറെ വികസിച്ചിട്ടുണ്ട്. അതിനുശേഷം പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് ഒക്കെ വികസിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ. ഇവിടെ ടെൻസിൻ നോർഗെ പറഞ്ഞിരിക്കുന്നത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻസിംഗ് നോർഗെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ആരാ? പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് ടെൻസിംഗ് നോർഗെ. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാ കേട്ടോ. ടെൻസിംഗ് നോർഗെ മലയാളത്തിലല്ല പറഞ്ഞ, മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാ. ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, പകരം പുറം ലോകത്തിലേക്ക് തുറന്നിട്ട കവാടമാണ്. പുതിയ അറിവിന്റെയും അതിജീവനത്തിന്റെയും അനുരൂപീകരണത്തിന്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം എന്നാണ് ടെൻസിൻ നോർവേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഈ ചാപ്റ്റർ 3 പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. 3 പാർട്ടായിട്ട് ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ്. ഈ നല്ലൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ 10th പ്രിലിംസിനൊക്കെ ഇതിന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലോകത്തിന് നിറയെ എന്നുള്ള ചാപ്റ്ററിൽ ഇന്ത്യയുടെ മാപ്പും ഇന്ത്യയുടെ നദികളും പിന്നെ കാലാവസ്ഥ, കൃഷി, മണ്ണിനങ്ങള്, ദേശീയോദ്യാനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉത്തരപർവ്വത മേഖല, ഹിമാലയം, ഉപദ്വീപ്, പീഠഭൂമി, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. ഇത് 3 വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഫസ്റ്റ്, സെക്കൻഡ് 3 പാർട്ടായിട്ട് ചെയ്തപ്പോൾ ഈ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2-ലെയാണ്. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആണ് ലോകത്തിന്റെ നെറുകയിൽ. ഇത് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. ഇപ്പൊ ഫിനിഷായി. ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്റർ ഫുൾ എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.